അതിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു സിനിമയുടെ റിലീസിൻ്റെ അന്ന് രാത്രി സിനിമ ഇറങ്ങി ഉദ്ദേശിച്ച പോലെ പോയില്ല. രാത്രി 10:30 ആയപ്പോൾ ലോഹിതാസ് സാറിൻ്റെ കോൾ വരികയാണ്. ഞാൻ കോൾ എടുത്തു. സാർ, താൻ ഉറങ്ങിയോ? ഞാനില്ല. സിനിമ കണ്ടോ? ഞാൻ കണ്ടു. പിന്നെ എന്താ വിളിക്കാൻ? ഞാൻ സാറേ വിളിച്ചില്ല, ഇഷ്ടമായില്ലല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞില്ല സാർ, അങ്ങനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഉരുണ്ടു. പുള്ളി കൊച്ചു കുട്ടികളെ പോലെ കരഞ്ഞു. ലോഹിതാസ് എന്ന് പറഞ്ഞ ഇത്രയും വലിയ മനുഷ്യൻ. കഴിഞ്ഞ അന്ന് എനിക്ക് 4 വർഷത്തെ സൗഹൃദമുണ്ട്. അതിനുശേഷമുള്ള എല്ലാ സിനിമയിലും എന്നെ സഹകരിപ്പിക്കുമായിരുന്നു. എപ്പോഴും ഞങ്ങൾ എന്ന് പറഞ്ഞില്ലേ, ഫോണിൽ കൂടെ വിളിക്കും, എറണാകുളത്ത് വരുമ്പോൾ കാണും. പക്ഷേ ലോഹി സാർ ഒരിക്കലും കരഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വിതുമ്പിയിട്ട് പോലുമില്ല. പക്ഷേ ഈ സിനിമയുടെ തകർച്ച അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചെന്നും എന്നിട്ട് പറഞ്ഞു, എടോ ഇതിൻ്റെ ക്ലൈമാക്സ് അല്ലേ കയ്യിൽ നിന്ന് പോയത്? ഞാൻ പറഞ്ഞു, അതെ, ശരിക്കും ഞാൻ എഴുതിയ ക്ലൈമാക്സ് എനിക്ക് കേൾക്കണോ എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ആ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ക്ലൈമാക്സ് എന്നെ പറഞ്ഞു കേൾപ്പിച്ച ഈ പറയുന്ന വിതുമ്പലിനിടയിലും ഈ കരച്ചിൽ പിറക്കി മാറ്റിവെക്കുന്നതിനിടയിലും ലോഹി സാർ മനോഹരമായിട്ട് ആ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഇത് ഉഗ്രൻ ക്ലൈമാക്സ് അല്ലേ സാർ, ഇതെന്തിനാണ് സാർ മാറ്റിയത്? ഇടപെടലുകൾ എങ്ങനെയായിരുന്നടോ? എനിക്ക് എല്ലാ വശത്തും പ്രഷറായിരുന്നു, എനിക്ക് മാറ്റിവെക്കേണ്ടി വന്നു. ഇതും കൂടെ ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ ആവുന്നത് പറഞ്ഞാണ്, പക്ഷേ അവർക്കത് മതിയായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ലോഹിതദാസിനെ പോലെ ഒരേ സമയം കൗരവരും ഒരേ സമയം ഭരതവും ആധാരവും ഹിസ്ഹൈൻസ് അബ്ദുള്ളയും അമരവും എന്താ പറയുക, എണ്ണിയാൽ തീരാത്ത അത്ര വേഴ്സറ്റൈലായിട്ടുള്ള സിനിമകൾ എഴുതിയ ലോഹിതദാസിനെ പോലത്തെ ഒരാൾക്ക് പോലും മറ്റുള്ള ആളുകളുടെ ഇടപെടലുകൾ കൊണ്ട് ക്ലൈമാക്സ് പോലത്തെ പ്രധാനപ്പെട്ട ഒരു ഏരിയ സിനിമയിൽ മാറ്റി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമാ വിദ്യാർത്ഥി എന്നുള്ള സിനിമയിൽ ഒരു രീതിയിലും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്ന രീതിയിലും വല്ലാത്തൊരു ഷോക്കായിരുന്നു. ലോഹിതദാസ് സാറ് എന്നെ ഏറ്റവും കൂടുതൽ സിനിമയിൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്നെ സിനിമയിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന വേർപാടും ലോഹിതദാസ് സാറിൻ്റെയാണ്. ലോഹിതദാസ് സാറ് ഉള്ളിൽ വിഷമം കൊണ്ട് കിടന്നില്ല, സ്ഥായി ഭാവം സങ്കടമായിരുന്നു. സ്ഥായി ഭാവം എല്ലാത്തിനോടും ഉള്ള ഒരു പ്രയാസം, ഒരുപക്ഷെ അദ്ദേഹം കടന്നു വന്ന ജീവിതം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. എപ്പോഴും ഈ സാധാരണക്കാരിലേക്ക് തിരിയുന്ന ഒരു കണ്ണായിരുന്നു പുള്ളിയുടെ. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു കളർഫുൾ വേൾഡിൽ നിൽക്കുമ്പോഴും അദ്ദേഹം ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാലും പോയി താമസിക്കുന്നത് ലക്കിടിയിലുള്ള ആ വീട്ടിലാണ്. ലക്കിടിയിലുള്ള വീടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് കാരുണ്യം എന്ന് പറയുന്ന സിനിമയിൽ ജയറാമിൻ്റെ വീടായിട്ട് കാണിച്ചിരിക്കുന്ന വീട് അദ്ദേഹത്തിൻ്റെ ലക്കിടിയിലെ വീടാണ്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു മനോഹരമായ ഇക്കോ സിസ്റ്റത്തിലിരിക്കുന്നൊരു വീടാണ് ലക്കിടിയിൽ. നിരവധി തവണ അവിടെ പോയി ഇരുന്നിട്ടുണ്ട് സാറിൻ്റെ കൂടെ. ലോഹി സാറിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെ ഡബ്ബിംഗ് തിയേറ്ററിലേക്ക് ഒരു ദിവസം എന്നെ ഡബ്ബിങ്ങിന് വിളിക്കാൻ കേട്ടോ. ലോഹി സാറിൻ്റെ പ്രത്യേകത, ലോഹി സാറിൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഡബ്ബിങ്ങിന് വിളിക്കുന്ന ഒരിക്കലും പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരിക്കില്ല, ലോഹി സാർ തന്നെ ആയിരിക്കും എന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളോട് എവിടെയോ എന്നോടൊരു വാത്സല്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് ഒരു 3:45-4 മണിയായി ഞായറാഴ്ച, വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് വരണം, പെട്ടെന്ന് ലാൽ മീഡിയയിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഇപ്പോൾ എത്താ സാറെന്ന് പറഞ്ഞു. ഞാൻ നേരെ ചെല്ലുന്നു. ചക്കരമുത്ത് എന്ന് പറയുന്ന സിനിമയിലെ ഡബ്ബിങ് നടക്കുകയാണ്. അപ്പോൾ എന്നോട് കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഒരു കഥാപാത്രത്തിനെ ഡബ്ബ് ചെയ്യാൻ വേണ്ടി തരുന്നു. അപ്പോൾ എല്ലാവരുടെ മുഖവും വളരെ മ്ലാനമാണ് കേട്ടോ. എന്തോ അവിടെ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വളരെ മ്ലാനമായിട്ട് ഇരിക്കുന്നു. ഞാൻ ഡബ്ബിംഗ് തിയേറ്ററിലേക്ക് കയറുന്നു. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ സ്ക്രീൻ അവിടെയാണ്, ബാക്കിലൊരു ചില്ല്, ആ ചില്ലിനപ്പുറത്ത് ലോഹി സാറും റെക്കോർഡിസ്റ്റുകളൊക്കെ ഉണ്ടാവും. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞത് ഡബ്ബ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഡബ്ബ് ചെയ്യാൻ തുടങ്ങുന്നു. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതോ ഒരു ടേക്ക് ഇതുപോലെ റിപ്പീറ്റ് തെറ്റാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ലോഹി സാറ് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം, കുട്ടി അവിടെ നിൽക്കൂ കൊണ്ട് നേരെ വാതിൽ തുറന്ന് ലോഹി സാറ് വരികയാണ്. ലോഹി സാറ് വന്നിട്ട് സീനിടൂ ഇട്ടു, പറയൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു. അപ്പോൾ ശരിയാവുന്നില്ല. പെട്ടെന്ന് അതുവരെ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്നതാണ്, പെട്ടെന്ന് അങ്ങ് സ്ലോ ആയി. അപ്പോൾ ലോഹി സാർ എൻ്റെ ബാക്കിൽ നിന്നിട്ട് എൻ്റെ 2 ഷോൾഡറിലും ഇങ്ങനെ ബ്ലസ് ചെയ്യുന്ന പോലെ പിടിച്ചിരിക്കുകയാണ്. നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്ന പോലെ ലോഹി സാർ ഈ 2 ഷോൾഡറിലും ഇങ്ങനെ പിടിച്ചിട്ട് ഇനി ഡബ്ബ് ചെയ്യൂ എന്ന് പറയും. ലോഹി സാർ ഒരു പാവ മനുഷ്യനായിരുന്നു. ലോഹി സാറിൻ്റെ വിചാരം, അങ്ങനെ പിടിക്കുമ്പോൾ ലോഹി സാറിൻ്റെ ശരീരത്തിൽ നിന്നോ ബുദ്ധിയിൽ നിന്നോ വികാരത്തിൽ നിന്നോ എന്തോ ഒരു വൈദ്യുതി തരംഗം നമ്മളിലേക്ക് പ്രവേശിക്കുകയും നമ്മളിൽ സന്നിവേശിച്ച് അത് ലോഹി സാർ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കറണ്ടായി പുറത്തേക്ക് വരും എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. അത്രയും ശുദ്ധനും അത്രയും പാവമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി എന്നെപ്പോലത്തെ ഒരാളുടെ പ്രശ്നം എന്തായിരിക്കും അറിയുമോ,
ഈ ലോയ് സാർ എപ്പോൾ നമ്മളെ ഷോൾഡറിൽ പിടിക്കുന്നു അപ്പോൾ മുതൽ നമ്മളുടെ ഉള്ള കോൺഫിഡൻസ് കംപ്ലീറ്റ് താഴെ പോയിട്ട് ദൈവമേ ലോയ് സാറ് എൻ്റെ തൊട്ട് പുറകെ ലോയ് സാറാണല്ലോ നിൽക്കുന്നത്. ഈ ഡബ്ബിങ്ങിൻ്റെ കഥാപാത്രമോ സീനോ അതിൻ്റെ ഇൻവോൾവ്മെൻറ്റോ ഒക്കെ മറന്നിട്ട് ലോയ് സാറാണല്ലോ എൻ്റെ ഷോൾഡറിൽ പിടിച്ചിരിക്കുന്നത്. ഇതായിരിക്കും നമ്മുടെ പ്രശ്നം. അപ്പോൾ ഏതാണ്ട് 15 ടേക്ക് കൊണ്ട് ശരിയാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ 25 ടേക്കും 30 ടേക്കും അതാവും. ഇതാണ് എൻ്റെ സംഭവിച്ചിരിക്കുന്നത്, എൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കും. ചില സ്ഥലത്ത് വർക്കായിട്ടുണ്ടാകാം. അപ്പോൾ ഇത് വീണ്ടും തെറ്റം തുടങ്ങി ഞാൻ പറഞ്ഞു സാറിങ്ങനെ പിടിക്കണ്ട, അല്ലാതെ തന്നെ ശരിയാക്കിക്കോളാം, എനിക്ക് സാറിങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. അത് ഞാൻ ആലോചിക്കാറ്, ഞാനിങ്ങനെ പിടിക്കുമ്പോൾ താനെന്തിനാണ് വിറയ്ക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നു. ശരി സാർ ഞാൻ ശരിയാക്കാം കേട്ടോ എന്ന് പറഞ്ഞു. സാർ അപ്പുറത്ത് പോകുന്നു. ഞാനത് സ്വാഭാവികമായും ശരിയായി. ഡബ്ബിങ് മുന്നോട്ട് പോയി. ഒരു 5:15 ആയപ്പോഴത്തേക്കും ഞാൻ പതുക്കെ ഒന്നിങ്ങനെ തിരിഞ്ഞ് ബാക്കോട്ട് നോക്കിയപ്പോൾ ദിലീപ് ഏട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ കൈകെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മറ്റുള്ളവരെല്ലാവരും ഇരിക്കുന്നുണ്ട്. ദിലീപേട്ടനാണ് സിനിമയിലെ ഹീറോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്പോൾ ദിലീപേട്ടൻ ഡബ്ബിങ്ങിന് വരുമെന്ന് ആരൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ദിലീപേട്ടൻ വരുന്ന വരെയുള്ള ഒരു ഗ്യാപ്പ് ഫില്ലർ മാത്രമാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹലോ സാറേ നിർത്താം സാറേ. എന്തിനാണ് നിർത്തുന്നത്? നിർത്തണ്ടല്ലോ, കഥാപാത്രം തീരട്ടെ, ഡബ് ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിഷമമായി, കാരണം ദിലീപേട്ടൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും വീണ്ടും എൻ്റെ കോൺഫിഡൻസ് പോകുന്നു. ഒരു അത്ര ഭംഗിയല്ലാത്തൊരു ഡബ്ബിങ് ഓർമ്മയാണത്. 6 മണി 6:15 വരെ എൻ്റെ ഡബ്ബിങ് പോയി. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് ലോയ് സാർ പറഞ്ഞു, കഴിഞ്ഞു, കുഴപ്പമില്ലടോ, നന്നായിരുന്നു, കുറച്ച് ടേക്ക് കൂടുതൽ പോയെങ്കിലും നന്നായി, കുഴപ്പമില്ല എന്നുള്ളത്. ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നത് ദിലീപേട്ടനോട് പറഞ്ഞിരുന്ന സമയം 4 മണി മറ്റുമായിരുന്നു. പാവം ദിലീപേട്ടൻ എവിടെയോ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ 15 മിനിറ്റ് 20 മിനിറ്റ് വൈകി. അപ്പോൾ ആ ഗ്യാപ്പിലാണ് എന്നെ വിളിച്ചു വരുത്തിയത്. ഞാൻ ഡബ് ചെയ്യാൻ തുടങ്ങിയതും ദിലീപേട്ടൻ വന്ന് കയറി. പക്ഷേ കറക്റ്റ് സമയത്ത് വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന അവർ തമ്മിൽ ഭയങ്കര സഹോദരങ്ങളെ പോലെയാണ്, ഈ പറഞ്ഞ അനിയൻ ചേട്ടനെ പോലെയാണ്. അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ പിണങ്ങുകയും ചെയ്യേ. അവർ ഭയങ്കര ഹൃദയത്തിലാണ് ദിലീപേട്ടൻ്റെ സ്പേസ് ലോയ് സാറിൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സമയത്ത്, ഞാൻ പറഞ്ഞ സമയത്ത് അവൻ എത്തിയില്ല എന്നൊക്കെ പറഞ്ഞ പുള്ളിക്ക് ഭയങ്കര ഫീലിങ്സാണ്. അപ്പം പറയാണ്, ഞാൻ 4 മണിക്ക് ഡബ്ബിങ് തുടങ്ങി 4:15 ആയപ്പോൾ തന്നെ ദിലീപേട്ടൻ എത്തി. വേറെ ഏത് സംവിധായകനാണെങ്കിലും ജിസേ അതെ ബാക്കി നാളെ ചെയ്യാട്ടോ, ദിലീപ് എത്തി, ഇറങ്ങിക്കോളൂ എന്ന് പറയും. അദ്ദേഹം അത് ചെയ്യില്ല. അതാണ് ലോയ് സാർ. ആ ലോയ് സാറിനെ പോലെ ഞാൻ വേറെ ഒരാളെ, ഇത്രയും ലോയ് സാറിനെ കുറിച്ച് പറയുന്നത് അതുപോലെ ഒരാളെ കണ്ടിട്ടില്ല. അത്രയും ഈ സ്ട്രെയിറ്റായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ ഒരു സിനിമയിൽ പോലും അല്ല, ഒരു പുറത്തും ഞാൻ കണ്ടിട്ടില്ലെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അത്രയും ഉള്ളുകൊണ്ട് ശുദ്ധനായ, ഉള്ളുകൊണ്ട് എപ്പോഴും കരയുന്ന, എപ്പോഴും വിതുമ്പുന്ന, മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലേക്ക് നോക്കാനും അതിൽ ഇങ്ങോട്ട് പറഞ്ഞില്ലേ വെല്ലുവിടത്തു കൂടെയും പോകുന്ന വിഷമങ്ങൾ ഏണി വെച്ച് കയറി പിടിക്കാമെന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ലോഹിദാസ് സാറ്. അതുകൊണ്ട് ലോയ് സാറിനെ കുറിച്ചുള്ള ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഏതെല്ലാം പുസ്തകങ്ങൾ, ലോഹിദാസ് സാറിനെ കുറിച്ച് ഏതെല്ലാം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ, ഞാൻ വായിക്കാത്ത പുസ്തകങ്ങളില്ല. അത്രയേറെ എന്നെ ജീവിതത്തിലും പ്രകാശിപ്പിച്ചിട്ടുള്ളൊരു വലിയ വാതിലാണ് എനിക്ക് ലോഹിദാസ് സാർ എന്ന് പറഞ്ഞാൽ. ഇതിനിടയ്ക്ക് ഞാൻ എറണാകുളത്ത് ഒരു സ്വകാര്യ ചാനലിൽ ജോലി ചെയ്യുന്ന സമയം, ആ സമയത്ത് എൻ്റെ കൂട്ടുകാരൻ വിപിൻ ആറ്റ്ലി ഇന്ന് വളരെ പ്രശസ്തനാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാൽജു സാറ് പ്രൊഡ്യൂസ് ചെയ്ത ഹോംലി മീൽസ് എന്നൊക്കെ പറയുന്ന സിനിമയിലെ ഹീറോ, ഒത്തിരി സിനിമകളിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വിപിൻ ആറ്റ്ലി ഒരു രസികനാണ്. വിപിൻ ആറ്റ്ലി ഈ ചാനലിൽ ഇൻ്റർവെൽ എന്നൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇൻ്റർവെല്ലിൻ്റെ പ്രത്യേകത ആനുകാലിക വിഷയങ്ങളെ സറ്ററിക്കലാക്കി അവതരിപ്പിക്കുന്നു. നമുക്ക് കാണുമ്പോൾ ഒരു സീരിയൽ കാണുന്ന പോലെ കാണാം. ഇപ്പോൾ ജയരാജ് വാര്യരൊക്കെ അവതരിപ്പിച്ചിരുന്ന കാരിക്കേച്ചർ പോലത്തെ പരിപാടി സീരിയൽ പോലെ കുറേ അധികം ആൾക്കാർ അഭിനയിച്ച് വന്നാൽ എങ്ങനെ ഉണ്ടാവും, ഭയങ്കര രസകരമായിരിക്കുമല്ലോ. അപ്പോൾ ഇയാളുടെ തോട്ട്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോട്ട്സാണ് ഈ വിപിൻ ആറ്റ്ലി എൻ്റെ അതേ പ്രായക്കാരനാണ്. അങ്ങനെ കൽപ്പന ചേച്ചി ഈ വിപിൻ ആറ്റ്ലിയുടെ പ്രോഗ്രാമുകൾ പതിവായി ഇരുന്ന് കാണും. അങ്ങനെ കൽപ്പന ചേച്ചി ലോയ് സാറിനോട് പറഞ്ഞു, ഇങ്ങനൊരു ആളുടെ പ്രോഗ്രാംസ് സാറ് മസ്റ്റായിട്ടും കാണണം എന്ന് പറഞ്ഞു. ഒരു എപ്പിസോഡ് കാണിച്ചു. ലോയ് സാർ അതോടുകൂടി വിപിൻ ആറ്റ്ലിയുടെ ഒരു ആരാധകനായി മാറുകയാണ്. ആലോചിച്ച് നോക്കണം, പ്രായം നോക്കിയ 2 പേരും തമ്മിൽ ഭയങ്കര അന്തരമുണ്ട്. ഈ ലോയ് സാർ ഈ ചാനലിലേക്ക്, സ്വകാര്യ ചാനലിലേക്ക്, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഈ പ്രൈവറ്റ് ചാനലിലേക്ക് ഒരു ദിവസം ലോയ് സാർ കയറി വരികയാണ്. ഈ വിപിൻ ആറ്റ്ലി എവിടെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഞാൻ ഞെട്ടി നിൽക്കുകയാണ്. നമ്മൾ കാണുന്ന ലോയ് സാർ കത്തി നിൽക്കുന്ന സമയം എനിക്ക് തൻ്റെ കുറച്ച് എപ്പിസോഡ് കാണണോ എന്ന് പറഞ്ഞ് നേരെ ഈ ചാനലിൽ വന്നിട്ട് എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ കയറിയിരുന്ന് ഈ 22-23 മിനിറ്റുള്ള 4-5 റെഡിയാക്കി വെച്ചിരിക്കുന്ന എപ്പിസോഡുകൾ ഈ ലോഹിദാസ് സാർ ഇരുന്ന് കാണുന്നതും കുടുകുടാ ചിരിക്കുന്നതും ഇന്നും എൻ്റെ ഉള്ളിൽ ഒരിക്കലും മങ്ങാത്ത ഒരു ഓർമ്മയായിട്ടുണ്ട്. പിന്നെ ഇനി പറഞ്ഞു പോകേണ്ട, വിട്ടുപോകാൻ പാടില്ലാത്ത കുറേ പേരുണ്ട്. ഒന്ന് ഈ ഹരിഹരൻ സാറ്,
ഭയങ്കര രസമാണ് വർക്ക് ചെയ്യാനായിട്ട്. എനിക്ക് ഒരു സിനിമയെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, മയൂഖം എന്ന് പറയുന്ന സിനിമ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈ ഒരു പ്രത്യേക തരം മനുഷ്യരാണ് അവർ. ഈ പറഞ്ഞ ഒരുപാട് വായിക്കുകയും A to Z, അത് സിനിമാ സംവിധായകൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, കറൻ്റ്ലി നടക്കുന്ന സാഹിത്യത്തെക്കുറിച്ചും എവറിത്തിങ് ഒരു ഭയങ്കര അൾട്ടിമേറ്റ് നോളേജുള്ള. ഇന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഹരിഹരൻ സാറൊക്കെ സിനിമ ചെയ്യണം, ഇനിയും സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ജയരാജ് സാറ് റെയിൻ കം അഗെയിൻ എന്ന് പറയുന്ന സിനിമ ഫോർ ദ പീപ്പിളൊക്കെ ഹിറ്റായി നിൽക്കുമ്പോൾ വരുന്ന സാറിൻ്റെ സിനിമയാണ്. അതിൻ്റെയും ഡബ്ബിങ് ചെന്നൈയിലായിരുന്നു. അപ്പോഴും വളരെ ദീപ്തമായ കുറേ ഓർമ്മകളാണ്. പിന്നെ സിബി മലയിൽ സാറ്, കെ മധു സാറ്, അങ്ങനെ പറഞ്ഞാൽ തീരില്ല അത്രയേറെ. ഇപ്പോൾ 750 സിനിമ എന്ന് പറയുമ്പോൾ അത്രയേറെ സംവിധായകരുമായിട്ട് ലാൽ ജോസ് സാർ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഒത്തിരി നാൾ ഒരു സ്വകാര്യ ചാനലിൽ ജോലി ചെയ്തു, പ്രോഗ്രാം ഡയറക്ടറായിട്ട്. ചാനലിൽ പ്രോഗ്രാം ഡയറക്ടറെ പറയുന്നത് പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്നാണ്, പൈസ മുടക്കുന്ന ആളെന്നുള്ള അർത്ഥത്തിലല്ല, അങ്ങനെയാണ് അത് പറയാം. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്യാമറ എന്താണ്, എഡിറ്റിംഗ് എന്താണ്, ഗ്രാഫിക്സ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ അടുത്ത് പഠിക്കുന്നത് ആ ചാനലിൽ നിന്നുകൊണ്ടാണ്. കാരണം അതുവരെ നമുക്ക് അത്രയും അടുത്ത് ഈ കാര്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള അവസ്ഥ ഉണ്ടായിട്ടില്ല. ചാനലിലേക്ക് എത്തുന്നത്, ഈ ചാനൽ തുടങ്ങുന്നത് എറണാകുളത്താണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, കൊച്ചിയിലുള്ള ACVയിൽ ഞാനും ജയസൂര്യയും വർക്ക് ചെയ്തിരുന്നു. വർക്ക് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ പുറമേ നിന്ന് പ്രോഗ്രാം ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എറണാകുളത്ത് ഒരു ചാനൽ വന്നപ്പോൾ നമുക്കൊക്കെ പ്രിഫറൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻ കൊടുത്തപ്പോഴേ നമുക്കൊക്കെ ജോലി കിട്ടി. അതും ഈ കോൺട്രാക്ട് ബേസിലാട്ടോ, സ്വന്തമായിട്ട് അവിടെ ഇൻഹൗസ് ആയിട്ടല്ല. പക്ഷെ എന്നാലും ഒത്തിരി പ്രോഗ്രാമുകൾ അവിടെ ചെയ്യാൻ സാധിച്ചു. എല്ലാ ദിവസവും ഉള്ള ലൈവ് പ്രോഗ്രാം, അതുകൂടാതെ അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് പ്രോഗ്രാമായിരുന്ന ഒരു മിസ്റ്റി കളേഴ്സ് എന്ന് പറഞ്ഞ വലിയൊരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാം ഇതൊക്കെ ഞാൻ സംവിധാനം ചെയ്ത പ്രോഗ്രാംസാണ്. അങ്ങനെ ഒരു 2-2.5 വർഷം ആ ചാനലിൽ ഇങ്ങനെ. അപ്പോൾ ഡബ്ബിംഗ് ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്, ചാനൽ പരിപാടി ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ എന്താണ് ക്യാമറ, എഡിറ്റിംഗ്, ഗ്രാഫിക്സ് എന്താണെന്നൊക്കെയുള്ള, എങ്ങനെ ഒരു ഐഡിയയെ എങ്ങനെ മെറ്റീരിയലൈസ് ചെയ്യാം, എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം, എങ്ങനെ TV എത്തിക്കാം, ഒരു തോന്നുന്ന ഒരു കോൺസെപ്റ്റിനെ എങ്ങനെ TV എത്തിക്കാം, ഇത് ഞാൻ പഠിച്ചത് ആ ചാനലിൽ ഇരുന്നുകൊണ്ടാണ്. അങ്ങനെ ഈ മിസ്റ്റി കളേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അത് അന്നത്തെ യങ്സ്റ്റേഴ്സ് ആയിരുന്ന വിജയ് യേശുദാസ്, റിമി ടോമി, അഫ്സൽ, വിധു പ്രതാപ്, ജോത്സന, ബാലഭാസ്കർ, അങ്ങനെ ഒത്തിരി നമ്മൾ സിനിമയിൽ അഭിനേതാക്കളായിട്ട് ഒരു പറ്റം പൃഥ്വിരാജ് അടക്കമുള്ള യങ്സ്റ്റേഴ്സ് വന്നപ്പോൾ അത് കണക്ക് തന്നെ ഇപ്പുറത്ത് പാട്ടുകാരും കയറി വന്നായിരുന്നല്ലോ. അപ്പോൾ ഇവരെല്ലാം വെച്ചിട്ടുള്ള ഷോ ആയിരുന്നു മിസ്റ്റി കളേഴ്സ്. മിസ്റ്റി കളേഴ്സിൻ്റെ പുതുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ആങ്കർ ഇല്ല. ഇവരെല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുകയാണ്. ആർക്ക് ആരെ വേണം കളിയാക്കാം, സംസാരിക്കാം. അതിനിടയിൽ അവർക്ക് തോന്നുന്ന പാട്ടുകൾ പാടാം. ഓർക്കസ്ട്രക്കാർ അപ്പുറത്തുണ്ട്, അവരതിന് അനുയോജ്യമായിട്ട് റിഹേഴ്സലൊന്നുമില്ല. ഇങ്ങനെ ഭയങ്കര ലൈവായിരുന്നു. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആ ചാനൽ December 31 1 റേറ്റിങ്ങിലാണ് ആ ചാനൽ സ്വന്തമാക്കിയത്. ആൾക്കാരുടെ വ്യൂവർഷിപ്പിൻ്റെ കാര്യത്തിൽ 1 റേറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സംവിധായകനായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കന്ന് 24-25 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ ചാനൽ ആവശ്യത്തിലേറെ ട്രസ്റ്റ് എന്നിൽ കാണിച്ചിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാം ഹിറ്റായി കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസത്തിൽ December 31 ടെലികാസ്റ്റ് ചെയ്ത പ്രോഗ്രാം ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഒത്തിരി എന്താ പറയുക, പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് എന്നെ വിളിക്കുകയും എൻ്റെ ബൈറ്റ്സും ഇൻ്റർവ്യൂസും ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതെനിക്ക് ഒരുപാട് സന്തോഷം തന്നൊരു കാര്യമാണ്. ആദ്യമായി കിട്ടുന്ന ഒരു അഡ്മിറേഷനാണ് ഒരു മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്ന ഒരു പരിപാടി അതായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത്, അതിൻ്റെ കാരണം എന്താണെന്ന് അന്നും എനിക്കറിയില്ല, ഇന്നും ഞാൻ എത്ര ചോദിച്ചിട്ട് അവരെന്നോട് പറഞ്ഞിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട ആൾ എന്നെ ഒരു ദിവസം ആ ജോലിയിൽ നിന്ന് എന്നെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അത് എനിക്ക് വളരെ പെയിൻഫുള്ളായിരുന്നു. കാരണം പകരം വേറെ ഒരു ജോലി അറിഞ്ഞുവിടാ. അങ്ങനെ ഞാൻ കുറേയൊക്കെ എൻ്റെ മേലധികാരികളെ കാണുന്നു, അവർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. എന്തോ ഒരു സംഭവം എന്താണെന്ന് അതിന് ഒരു പെർട്ടിക്കുലർ ടേം ഞാൻ വിളിക്കാൻ അല്ലെങ്കിൽ പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. എന്താണെന്ന് അന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അന്ന് എൻ്റെ മുമ്പിൽ ഈ എറണാകുളത്ത് ഡബ്ബിംഗ് സീരിയലുകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഈ ചാനലിലാണ്. കാരണം എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് എന്തൊരു കാര്യം ചെയ്യുന്നു അത് വളരെ വോൾ ഹാർട്ടഡ്ലി,
100% ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. അത് അങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ആ ഒരു പെർഫെക്ഷൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ എന്നെ സസ്പെൻഡ് ചെയ്ത ഓഫീസറെ പോയി കണ്ട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം എന്ത് ചെയ്തിട്ട് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഞാൻ വാഷ്റൂമിൽ പോയി കുറേ നേരം കരയുന്നു. വീട്ടിലിത് അറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യുക എന്നറിയാതെ നേരെ ഈ വർക്ക് ചെയ്യുന്ന ചാനലിൽ 3ാമത്തെ നിലയിലാണ് ഞങ്ങളുടെ ഓഫീസ്. ഈ 3ാമത്തെ നിലയിൽ നിന്ന് എപ്പോഴും ഞങ്ങൾ ലിഫ്റ്റ് എടുക്കാറാണ് പതിവ്, താഴത്തേക്കും മുകളിലേക്കും. പക്ഷെ അന്ന് എനിക്ക് പെട്ടെന്ന് പോയിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും വൈകി എത്തുക എന്നുള്ളതാണ്. എവിടെ എത്തുന്നോ ഏറ്റവും വൈകി എത്തുക. കാരണം എനിക്ക് ജോലിയില്ല, നാളെ മുതൽ എനിക്ക് ജോലിയില്ല. അങ്ങനെ ഞാൻ എല്ലാവരോടും ബൈ പറഞ്ഞ് ഞാൻ ലിഫ്റ്റ് ഇറങ്ങാതെ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരിക. താഴത്തെ ഫ്ലോറിലെത്തിയപ്പോൾ വളരെ ഉയരം കൂടിയ ഒരു മനുഷ്യൻ, വെളുത്ത് കൊലുന്നനെ ഇരിക്കുന്ന ഒരാൾ ഒരു പെട്ടിയുമായിട്ട് ഇങ്ങനെ പിടിച്ച് വെൽ ഡ്രസ്ഡായിട്ട് പുള്ളി സ്റ്റെയർ കയറി പോകുന്നു. അപ്പോൾ എന്നെ കണ്ടതും പുള്ളി ഇങ്ങനെ നിന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ജിസ് അല്ലേ? ഞാൻ പറഞ്ഞു അതെ. ഞാൻ നിങ്ങളെ അന്വേഷിച്ചു നടക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പരിപാടിയില്ലേ ഡിസംബറിൽ ടെലികാസ്റ്റ് ചെയ്ത, ന്യൂ ഇയറിന് ടെലികാസ്റ്റ് ചെയ്ത പ്രോഗ്രാം എന്തൊരു ഹിറ്റായിരുന്നു അറിയാവോ, ഭയങ്കര അടിപൊളിയായിരുന്നു, സൂപ്പർ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു പ്രമുഖ ജ്വല്ലർ എന്നോട് ചോദിച്ചു, ഈ പരിപാടി നമുക്ക് GCCയിൽ മുഴുവനായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനതിൻ്റെ ഡയറക്ടറെ കണ്ടുപിടിക്കാം. അപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം അറിഞ്ഞത് നിങ്ങളാണ് സംവിധാനം ചെയ്തതെന്നുള്ളത്. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഈ പരിപാടി ഇതേ കണക്ക് നമുക്ക് GCCയിൽ ചെയ്യാൻ പറ്റുമോ, ഒരു 6-7 സ്ഥലത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു സംശയവും കൂടാതെ ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റും സാർ. അപ്പോൾ പുള്ളി പറഞ്ഞു അല്ല, അപ്പോൾ പെർമിഷൻ വേണ്ടേ? ഞാൻ പറഞ്ഞു ആരുടെ? ചാനലിൻ്റെ പെർമിഷൻ വേണ്ടേ? ഞാൻ പറഞ്ഞു വേണ്ട. അതെന്താ? എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ഈ ചാനലിൽ നിന്ന് ഇറങ്ങി വരുന്ന വരവാണ് ഞാൻ എങ്ങോട്ട് പോകുമെന്നറിയാതെ ഇറങ്ങി വരുമ്പോഴാണ് സാർ ഈ ചോദ്യം ചോദിക്കുന്നത്. പുള്ളി 2 മിനിറ്റ് എൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങോട്ട് വാ മാഷേ എന്ന് പറഞ്ഞ് എന്നെ പുള്ളിയുടെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു നീല നിറത്തിലുള്ള കാറിൽ കയറ്റിയിട്ട് അദ്ദേഹം നേരെ എറണാകുളത്ത് പാലാരിവട്ടം ജംഗ്ഷനിലുള്ള ഒരു ഹോട്ടലിൽ കൊണ്ടുവന്ന് ഇരുത്തി എനിക്ക് ചായ മേടിച്ച് തന്നു, ഭക്ഷണം മേടിച്ച് തന്നു. പിരിയുന്നതിന് മുമ്പ് ആ പ്രോഗ്രാമിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇമ്മീഡിയറ്റ്ലി നമുക്കത് ചെയ്തു തുടങ്ങണം എന്ന് പറഞ്ഞു. എനിക്ക് അവിടെ വെച്ച് തന്നെ പുള്ളി അഡ്വാൻസ് തന്നു. അപ്പോൾ ആലോചിച്ച് നോക്കണം, എന്തൊരു വൈരുദ്ധ്യതയാണെന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒരു ചാനൽ നമ്മളെ പറഞ്ഞു വിടുന്നു, പറഞ്ഞു വിട്ടാൽ സ്റ്റെയർ ഇറങ്ങി ഭൂമിയിൽ കാല് കുത്തുന്നതിന് മുൻപേ മറ്റൊരാൾ പിടിച്ചുകൊണ്ടുപോയി GCCയിലുടനീളമുള്ള ഒരു പരിപാടിയുടെ ഇതാക്കാനായിട്ട് ആവശ്യപ്പെടുന്ന അഡ്വാൻസ് തരുന്നു. ചില സമയത്തൊക്കെ ഞാനിങ്ങനെ പറയാറുണ്ട്, ചില മാലാഖമാരെ ഒരുപക്ഷെ നമ്മൾ ഒരു കാര്യത്തോട് കാണിക്കുന്ന സത്യസന്ധത കൊണ്ടായിരിക്കാം എന്ന്, അല്ലെങ്കിൽ അതിനോട് കാണിക്കുന്ന അഭിനിവേശം കൊണ്ടോ ആത്മാർത്ഥത കൊണ്ടോ ആയിരിക്കാം നമ്മൾ ചിലയിടങ്ങളിൽ ഫെയിലായി പോകാനായിട്ട് ഈ യൂണിവേഴ്സ് നമ്മളെ സമ്മതിക്കത്തില്ല. അവിടെ ആരൊക്കെയോ നമ്മളെ വന്നിങ്ങനെ വട്ടം പൊതിഞ്ഞ് പിടിച്ച് നിങ്ങൾ തോക്കരുത്, നിങ്ങൾ തല കുനിക്കരുത്, അങ്ങനെയൊക്കെ തോന്നിപ്പോയ ഒരു ദിവസമാണ്. എൻ്റെ ഒരു മാലാഖയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് സുനു എന്നാണ് കേട്ടോ. അപ്പോൾ എന്നെ അദ്ദേഹം പരിചയപ്പെട്ട അങ്ങനെയാണ്. എൻ്റെ പേര് സുനു എന്നാണ്. ഫില്ലർ ആഡ്സ് എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര്. ഞാൻ ആഡ് ഫിലിം ഏജൻസിയാണ്, ചാനലുകൾക്ക് പരസ്യം കൊടുക്കുന്ന ഏജൻറ്റാണ് ഞാൻ. അങ്ങനെയാണ് അദ്ദേഹം എന്നെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഞാൻ ഈ കഥ ഒത്തിരി എൻ്റെ പേഴ്സണൽ സ്പേസസിൽ, എൻ്റെ ഫാമിലിയിൽ ഒരുപാട് പറയണമെന്ന് തോന്നുന്ന ഒരല്പം സ്പിരിച്വലി ഇമോഷണലി സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ഈ കാര്യം പറയാറുണ്ട്. അങ്ങനെ ഈ കഴിഞ്ഞ ഒരു 2-2.5 മാസം മുൻപ് ഒരു സെമിനാരിയിൽ ഒരു ക്ലാസ് എടുക്കുന്നതിൻ്റെ ഭാഗമായി ചെന്ന് അവിടെ പള്ളിയച്ചന്മാരാന്മാർ പഠിക്കുന്ന ഒത്തിരി ബ്രദേഴ്സ് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഈ കഥ പറയുകയാണ്. ഇങ്ങനെ ഒരു മാലാഖയെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് പറഞ്ഞു വന്നപ്പോൾ എന്നെ സഹായിച്ച ഒരു മാലാഖയെക്കുറിച്ച് ഞാനിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഏതാണ്ട് 1.5 മണിക്കൂറുള്ളൊരു ക്ലാസ്സായിരുന്നു എൻ്റെത്. പക്ഷേ ഇത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഈ ബ്രദേഴ്സും പള്ളിയിലച്ചന്മാരും എല്ലാം വന്നിട്ട് എന്നോട് പറഞ്ഞത്, അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഇതായി കഴിഞ്ഞ് ഞാൻ വീടെത്തി. പിറ്റേന്നോ ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് വരികയാണ്. മെസ്സേജിൽ ഇങ്ങനെയാണ്, സുനു പാസ്ഡ് അവേ എന്നുള്ളത്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വേഗം വന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. എന്ത് പറ്റി എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു ബസ് ആക്സിഡൻറ്റിൽ, ഒരു ചെറിയ ആക്സിഡൻറ്റ്, ബസ് വന്ന് ഇടിക്കുകയൊന്നുമല്ല, വണ്ടിയിലേക്ക് കയറിയപ്പോൾ ജസ്റ്റ് ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാനായിട്ട് കയറിയതാണ്. ചെങ്ങന്നൂരായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. എറണാകുളത്ത് വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായി വണ്ടിയിലോട്ട് കയറിയപ്പോൾ കാല് വഴുതി വീണു, സ്പോട്ടിൽ ആൾ പോയി. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇങ്ങനെ
ചില ആൾക്കാർ നമ്മളെ ഒരു വിചാരിക്കാത്ത നേരത്തെ ജീവിതത്തിലേക്ക് വരികയും ഒരു ബൈ പോലും പറയാനുള്ള സാവകാശം തരാതെ തിരിച്ചുപോയി. ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ വല്ലാതെ കടപ്പെട്ടിരിക്കുന്ന, അതുകൊണ്ടാണ് ഞാൻ ആ ടേം ഉപയോഗിക്കുന്നത്, ഒരു മാലാഖയാണ് അദ്ദേഹം. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള. എവിടെയൊക്കെ വെച്ച് അദ്ദേഹത്തെ തിരിച്ചു കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഷോയുടെ കാര്യം. ആ ഷോ പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. എല്ലാ രീതിയിലും എൻ്റെ മാർക്കറ്റിംഗ്, അതിൻ്റെ ട്രാവൽ പാർട്ട്ണർ, സ്റ്റേജ്, എല്ലാ പരിപാടി, ഫോട്ടോഷൂട്ട് വരെ കഴിഞ്ഞാണ്, എല്ലാം കഴിഞ്ഞു. പക്ഷേ എനിക്ക് ഇന്നിവിടെ പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ, കാരണം അദ്ദേഹം ഇന്ന് ഈ ഭൂമിയിലില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലും അദ്ദേഹത്തിൻ്റെ ഒരു ചില കാര്യങ്ങൾ പരസ്പരം സംസാരിക്കരുതെന്ന് എല്ലാവരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സംസാരിച്ചതിൻ്റെ പേരിൽ തർക്കങ്ങളുണ്ടാവുകയും ആ ഷോ നടത്തണ്ടെന്ന് ഞങ്ങൾ മ്യൂച്വലി ഞാനും സുനിച്ചേട്ടനും കൂടെ തീരുമാനിച്ചു. എന്നിട്ട് പലയിടത്തും വെച്ച് കാണുമ്പോഴും ഞാൻ പറയും, അന്ന് തന്ന അഡ്വാൻസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, അത് തിരിച്ച് വേണ്ടെന്ന് ചോദിക്കും. പറയും അതവിടെ ഇരിക്കട്ടെ, എന്തെങ്കിലും നമ്മൾ ഷോ ചെയ്യുമല്ലോ, അത് അവിടെ ഇരിക്കട്ടെ. ഒരിക്കലും ആ പണം അദ്ദേഹം തിരിച്ചു മേടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എന്താ പറയുക, എൻ്റെ ഒരു വരവ്, എൻ്റെ ഡബ്ബിങ്ങിൽ തുടങ്ങി ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയുടെ ഒരു കടന്നു വരവ്, അല്ലെങ്കിൽ ആ ഒരു കഥ പറയുമ്പോൾ എനിക്ക് ഒരിക്കലും എൻ്റെ ഈ സുനിച്ചേട്ടനെ ഒരിക്കലും വിട്ടുപോകാനായിട്ട് പറ്റില്ല. എനിക്കറിയാം ഉറപ്പായിട്ടും ഇത് കാണുന്ന എത്രയോ അധികം ആളുകൾ ഒരുപക്ഷെ ഫില്ലർ ആഡ്സും സുനിച്ചേട്ടനെയും ആ ചെങ്ങന്നൂരുകാരനെ ഉറപ്പായിട്ടും ഓർക്കുന്നുണ്ടാകും. അപ്പോൾ അത് പറയാതെ ഇത് പൂർത്തിയാവില്ല. അപ്പോൾ ലാൽ സാർ ചോദിക്കുന്നുണ്ട്, മോനെ ഓക്കെ ആണോ? അപ്പോൾ അവിടെ നിന്ന് ദൂരെ നിന്ന് പറയും ഓക്കെയാണ് സാർ, ഒന്നുകൂടെ നോക്കണം മോനെ. വേണ്ട സാർ, ഓക്കെയാണ് സാർ, ഇത് ഓക്കെയാണ്. ശരി. പുള്ളിയപ്പോൾ ഇങ്ങനെ ഈ ആൾക്കൂട്ടത്തിൽ ആരെയോ തിരയുന്നുണ്ട്. ഉറപ്പായിട്ട് എനിക്കറിയാം അത് കൊട ചൂടി കൊടുക്കുന്ന ഒരാളെയോ അദ്ദേഹത്തിൻ്റെ മേക്കപ്പിൻ്റെ ആളെയോ മാനേജറോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. ഒരു കാരണവശാലും എന്നെ അല്ല എന്നുള്ളത് 100% എൻ്റെ ബുദ്ധിമണ്ഡലത്തിന് അറിയാം. അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ലാൽ സാർ ഇങ്ങനെ നോക്കി കറക്റ്റ് എൻ്റെ കൂടെ നേരെ നോക്കിയിട്ട്, ഞാൻ ദൂരെ നിൽക്കുന്നത്, കൈ കാണിച്ചു. അപ്പോൾ ഞാൻ ബാക്കോട്ട് തിരിഞ്ഞ് നോക്കി. അപ്പോൾ കാണിച്ച് തന്നെ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെയാണോ സാർ? പിന്നെ ആരെയാണെന്നുകൊണ്ട് ഞാൻ നേരെ ചെല്ലുന്നു. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ലാൽ സാറ് ഞാൻ പോയില്ലെന്നുള്ള കാര്യമൊക്കെ ഓർക്കുന്നുണ്ടെന്ന് നോക്കിയായിരുന്നു. you